ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സാൻഡിയിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഞങ്ങൾ ഇന്നലെ രാത്രി കുർബാനയ്ക്കാണ് പള്ളിയിൽ പോയത്. 12 മണിക്കായിരുന്നു കുർബാന. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിക്ക് പുറത്ത് വന്നു. അപ്പോൾ പള്ളിയിലെ പുൽക്കൂട് കാണാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷനൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ. താഴെ ഞങ്ങളുടെ സ്റ്റാർ കാണുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. അങ്ങനെ ഞങ്ങൾ പുൽക്കൂടൊക്കെ കണ്ടു. അതിനുശേഷം കുട്ടികളുടേതായിട്ടുള്ള ക്രിസ്മസ് ട്രീയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതിലും പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നേ. അപ്പോൾ റോഡിൽ വന്നപ്പോഴേക്കും റോഡ് നല്ല വിജനമാണ്. കടകളെല്ലാം അടച്ചു. രാത്രി സമയം ഏകദേശം 2 മണിയോടടുത്തിരുന്നു. ആ സമയത്താണ് ഈ വണ്ടി അന്ന് ടൗൺ കരോളിന് വേണ്ടിയിട്ട് പോയ വണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഇത് സനമോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ സനമോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തേ. ഞങ്ങൾ വീട്ടിൽ വലിയ പുൽക്കൂടൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ LED ബൾബും കൊണ്ട് സനമോൾ ഒരു ക്രിസ്മസ് ട്രീ മാത്രം ഉണ്ടാക്കി. ഇത് ലൈറ്റ് ഓഫാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെയാണ്. പിന്നെ ഞങ്ങളുടെ നക്ഷത്രമാണ് കേട്ടോ ഇത്. ക്രിക്കിക്കുട്ടി ഇവിടെ പിണങ്ങിയിരിക്കുന്നുണ്ട്. തുമ്പുക്കുട്ടനാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട്. ഒരു കുഞ്ഞാവത് വെളിയിലിറങ്ങിയിരിക്കുന്നു. അടുത്തയാൾ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. ഒരാൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുവാണ്. ഇവരിപ്പോൾ ആണെങ്കിൽ കൂട്ടിലിരിക്കുന്നത് കുറച്ച് സമയം മാത്രമാണ്. അവർക്ക് വെളിയിലിറങ്ങി ഓടിച്ചാടി കളിച്ച് നടക്കാനാണ് ഇഷ്ടം. ഒരാൾ വേണ്ട കൂട്ടിൻ്റെ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് കൂട്ടിലിരിക്കത്തുള്ളൂ. ഇപ്പം കൃത്യം അതിനകത്തൊന്ന് കയറിയൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും പുറത്ത് ചാടാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വെളിയിൽ ഇറങ്ങി ഇവിടെ കളിക്കുവാണ്. തുമ്പുവിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് കളിക്കുന്നുണ്ട്. അമ്മയുടെ കൂട്ടത്തിൽ 2 പേരും കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇനി കട്ടിലിൽ നിന്ന് താഴോട്ട് ചാടാനുള്ള പരിപാടിയാണ്. കണ്ടോ, തുമ്പുവിടെ മര്യാദയ്ക്ക് വന്ന തുമ്പുവിനെ പോയി തോണ്ടി അവനോട് വഴക്കുണ്ടാക്കുന്നത് കണ്ടോ. കളിക്കുന്നതാണ്. ഒരു പേടിയില്ല കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവനെ ഇപ്പുറത്തെ റൂമിൽ വന്ന് കിടന്നാൽ ഇവന് അവിടെ കിടക്കൂല. കുറച്ച് നേരം കിടന്നിട്ട് അവൻ നേരെ പോകും അപ്പുറത്തേക്ക്. അവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടാനും അവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാനാണ് അവനിഷ്ടം. നേരത്തെ ഇവന് വർത്താനമൊന്നും പറയുകയില്ലായിരുന്നു. വർത്താനം എന്ന് പറഞ്ഞാൽ അവൻ കരയത്തൊന്നുമില്ല അധികം. അവന് ഫുഡ് എടുക്കുന്ന സമയത്ത് മാത്രം, ഫുഡില്ലെങ്കിലൊന്ന് കരയും. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ പോയിട്ട് വന്നതിന് ശേഷം അവൻ ഭയങ്കര വർത്താനം. എന്ത് ചോദിച്ചാലും അവന് മറുപടി ഉണ്ട് കേട്ടോ. കുഞ്ഞുവാവാസ് ഭയങ്കര കളിയാണ്. അമ്മ കിടന്നുറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കിടന്നുറങ്ങുക. തുമ്പും കൃത്യയും അപ്പുറം ഇപ്പുറയും കിടക്കുന്നു. കുഞ്ഞുമാവാസ് നടുക്ക് കിടക്കുന്നു. ഒരാൾ കണ്ണ് തെളിച്ച് നോക്കുന്നുണ്ടേ. ബാക്കി 2 പേരും ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇവരുടെ വിശേഷങ്ങൾ. ഇവരിങ്ങനെ കളിച്ചും ചിരിച്ചും ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്നു. തുമ്പു ഇപ്പോൾ അങ്ങോട്ട് ഓക്കെ ആയി കേട്ടോ. വന്ന ഇടയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇവർ തമ്മിൽ ചേരത്തില്ലായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. 2 പേരും ഭയങ്കര കൂട്ടായി. കുഞ്ഞുമക്കളുമൊക്കെ ആയിട്ട് 2 പേരും വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ അവിടെ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പു ഇങ്ങോട്ട് മാറിക്കിടന്ന് കൃത്യയും കുഞ്ഞുമക്കളും താഴെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഇവരുടെ കാര്യങ്ങൾ. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞു. സ്നേഹ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ മാത്രമായിരുന്നുള്ള ക്രിസ്മസിന്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ക്രിസ്മസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങും പോയില്ല. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ
ക്രിസ്മസ് എന്തായാലും കഴിഞ്ഞു. എന്തായാലും വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ തമ്പുരാൻ അനുവദിച്ചു. അങ്ങനെ ഒരു വർഷത്തെ ക്രിസ്മസ് കൂടി കാണുവാൻ ദൈവം സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.